ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും റിമാൻഡിൽ. കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. അതേസമയം തന്നെ രാഹുലിന്റെ 2 മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷം രാഹുലിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അന്വേഷണ സംഘം കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ഇതോടെ രാഹുലിനെ വീണ്ടും റിമാൻഡിലേക്ക് മാറ്റി. ഈ മാസം 24 വരെയാണ് റിമാൻഡ് കാലാവധി. രാഹുലുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലടക്കം അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. രാഹുലിന്റെ അടൂരിലെ വീട്ടിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. വിശദമായ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയിരുന്നു. രാഹുലിന്റെ 2 മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഇവ നാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. പ്രതിയെ തിരികെ ഹാജരാക്കി. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് 2 ഫോൺ ഹാജരാക്കിയിട്ടുണ്ട്. അത് അവർ സീൽഡ് ഫോൺ കണ്ടെടുത്തു എന്ന് പറയുന്നത് 2ഉം ഹാജരാക്കി. കോടതി അത് അടുത്ത ദിവസം വർക്കിംഗ് ഡേ കോടതിയിൽ തിരുവല്ല JFMCയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഫോണുകളുടെ പാസ്വേഡ് രാഹുൽ കൈമാറുന്നില്ല എന്നൊരു പരാതി അത് കൈമാറിയല്ല. എനിക്ക് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഇപ്പം പറയാൻ സാധിക്കത്തില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. വിശദമായിട്ട് വാദം കേൾക്കും ബെയിൽ ആപ്ലിക്കേഷൻ. ഇല്ല ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല. രാഹുലിനെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമാണ് പ്രതിഭാഗം വാദിക്കുക. ജനം, പത്തനംതിട്ട.